ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? എ. ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. ബി. ടി പോയിന്റിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. സി. വലതുവശത്ത് നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. ഡി. ഇടത്തുനിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താനും മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നുപോകാനും നിർദ്ദേശിക്കുന്നു. ബി. ടി പോയിന്റിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? എ. വലത്തുനിന്നും ഇടത്തുനിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ നിർദ്ദേശിക്കുന്നു. ബി. വാഹനം പുറകിലും മുന്നിലും നിർത്താൻ നിർദ്ദേശിക്കുന്നു. സി. അടയാളം മാറ്റൽ. ഡി. വലത്തുനിന്നും ഇടത്തുനിന്നും വരുന്ന വാഹനങ്ങൾ കടന്നുപോകാൻ നിർദ്ദേശിക്കുന്നു. സി. അടയാളം മാറ്റൽ. ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? എ. അടയാളം മാറ്റൽ. ബി. ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. സി. ഇടത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്താനും മുന്നിൽ നിന്ന് വാഹനങ്ങൾ കടന്നുപോകാനും നിർദ്ദേശിക്കുന്നു. ഡി. ടി പോയിന്റിൽ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ. ഡി. ടി പോയിന്റിൽ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ. മഴക്കാലത്ത് പകൽ സമയത്ത് കാഴ്ച തീരെ കുറയുമ്പോൾ ഡ്രൈവർ എന്ത് ചെയ്യണം? എ. വാഹനം നിർത്തുക. ബി. വൈപ്പർ ബ്ലേഡുകൾ പഴയതല്ലെന്ന് ഉറപ്പാക്കുക. സി. വിൻഡ് സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വാഷർ ഉപയോഗിക്കുക. ഡി. വാഹനത്തിന്റെ വേഗത കുറച്ച് ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. ഡി. വാഹനത്തിന്റെ വേഗത കുറച്ച് ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? എ. ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. ബി. വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. സി. വാഹനത്തിന്റെ വേഗത കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. ഡി. മറ്റെല്ലാ വാഹനങ്ങളും നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. എ. ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? എ. വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. ബി. എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. സി. പിന്നിൽ നിന്ന് വരുന്ന വാഹനം മാറിക്കടക്കുന്നതിന് അനുവദിക്കുന്നു. ഡി. ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. സി. പിന്നിൽ നിന്ന് വരുന്ന വാഹനം മറികടക്കുന്നതിന് അനുവദിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? എ. ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ആരംഭിക്കാൻ. ബി. വലതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ആരംഭിക്കാൻ. സി. ഇടത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നുപോകാനും മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്താനും നിർദ്ദേശിക്കുന്നു. ഡി. വലത്തുനിന്നും ഇടത്തുനിന്നും വരുന്ന വാഹനങ്ങൾ കടന്നുപോകാൻ നിർദ്ദേശിക്കുന്നു. എ. ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ആരംഭിക്കാൻ. അമിത വേഗതയോ അപകടകരമായതോ ആയ ഡ്രൈവിംഗ് അധികാരികളിൽ നിന്നും കർശനമായ മുന്നറിയിപ്പ് കാരണമാകും. ബി. കുറ്റവും ശിക്ഷാർഹവുമാണ്. സി. മറ്റു റോഡ് ഉപയോക്താക്കളെ ആകർഷിക്കുന്നതാണ്. ഡി. കാലതാമസം കൂടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാം. ബി. കുറ്റവും ശിക്ഷാർഹവുമാണ്. ക്ലച്ച് റൈഡിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? എ. ഇടയ്ക്കിടയ്ക്ക് ക്ലച്ച് ഉപയോഗിക്കുന്നത്. ബി. ക്ലച്ച് പെഡലിൽ കാൽ വെച്ച് വാഹനം ഓടിക്കുന്നത്. സി. ക്ലച്ച് ഒട്ടും ഉപയോഗിക്കുന്നില്ല. ഡി. മുകളിൽ പറഞ്ഞവ ഒന്നും ശരിയല്ല. ബി. ക്ലച്ച് പെഡലിൽ കാൽ വെച്ച് വാഹനം ഓടിക്കുന്നത്. വാഹനം നിർത്താനുള്ള സുരക്ഷിതമായ മാർഗമെന്ത്? എ. ക്ലച്ച് അമർത്തി ബ്രേക്ക് ചെയ്യുക. ബി. ബ്രേക്ക് അമർത്തി ക്ലച്ച് ചവിട്ടുക. സി. ഒരേ സമയം ക്ലച്ചും ബ്രേക്കും അമർത്തുക. ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ബി. ബ്രേക്ക് അമർത്തി ക്ലച്ച് ചവിട്ടുക. കുത്തനെയുള്ള ഇറക്കത്തിലേക്ക് വാഹനം ഓടിക്കുന്നതിനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം. എ. ബ്രേക്കിനൊപ്പം ഉയർന്ന ടോർക്കുള്ള ഗിയറുകൾ ഉപയോഗിക്കുക. ബി. ബ്രേക്കിനൊപ്പം ടോപ്പ് ഗിയർ ഉപയോഗിക്കുക. സി. ഒരേ സമയം ബ്രേക്കും ക്ലച്ചും ഉപയോഗിക്കുക. ഡി. ബ്രേക്കും ക്ലച്ചും ഉപയോഗിക്കുന്നതിനോടൊപ്പം ഉയർന്ന ടോർക്ക് ഗിയർ ഉപയോഗിക്കുക. എ. ബ്രേക്കിനൊപ്പം ഉയർന്ന ടോർക്കുള്ള ഗിയറുകൾ ഉപയോഗിക്കുക. രാത്രിയിൽ നിങ്ങളുടെ വാഹനം തകരാറായാൽ എ. നിർത്തുക. ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക. പാർക്ക് ലൈറ്റ് ഓൺ ആക്കുക. ബി. നിർത്തി ചുവന്ന ലൈറ്റ് ഓൺ ആക്കുക. സി. നിർത്തുക. ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക. ബ്രേക്ക് ലൈറ്റ് ഓൺ ആക്കുക. ഡി. നിർത്തുക. ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക. അപകടകരമായ മുന്നറിയിപ്പ് ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്യുക. ഡി. നിർത്തുക. ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക. അപകടകരമായ മുന്നറിയിപ്പ് ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്യുക. ഒരു പശുവെ കുറുകെ നിൽക്കുമ്പോൾ റോഡിൽ നിന്ന് മാറുന്നത് വരെ കാത്തിരിക്കുക. ബി. പശുവിന്റെ മുന്നിൽ കൂടി കടന്നു പോകുക. സി. പശുവിന്റെ പിന്നിൽ കൂടി കടന്നു പോകുക. ഡി. ഇടതുവശത്തു കൂടി കടന്നു പോകുക. റോഡിൽ നിന്ന് മാറുന്നത് വരെ കാത്തിരിക്കുക. ഒരു സ്വകാര്യ മോട്ടോർ കാറിൽ ഒലീവ് ഗ്രീൻ പെയിന്റ് ചെയ്യുന്നത് എ. അനുവദനീയമല്ല. ബി. അനുവദനീയമാണ്. സി. പ്രത്യേക അനുമതി ആവശ്യമാണ്. ഡി. മോട്ടോർ സൈക്കിളിന് മാത്രം അനുവദനീയമാണ്. എ. അനുവദനീയമല്ല. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ ഇത് കൂടുതൽ സുരക്ഷിതമാണ്. ഏത്?
എ ഇൻഡിക്കേറ്ററുകൾ മാത്രം ഉപയോഗിക്കുക, ബി ഹാൻഡ് സിഗ്നൽ മാത്രം കാണിക്കുക, സി ഇലക്ട്രോണിക് ഇൻഡിക്കേറ്ററുകളും ഹാൻഡ് സിഗ്നലും ഉപയോഗിക്കുക, ഡി ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് വാഹനങ്ങൾക്ക് മാത്രമേ ഹാൻഡ് സിഗ്നൽ ആവശ്യമുള്ളൂ. സി ഇലക്ട്രോണിക് ഇൻഡിക്കേറ്ററുകളും ഹാൻഡ് സിഗ്നലും ഉപയോഗിക്കുക. ഒരു ഡ്രൈവർ വൺ വേയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ സൈൻ ബോർഡ് വ്യക്തമാക്കിയ ദിശയിൽ മാത്രം ഓടിക്കാം, ബി അടിയന്തര സാഹചര്യങ്ങളിൽ എതിർദിശയിലേക്ക് ഓടിക്കാം, സി ഞായറാഴ്ചകളിൽ രണ്ട് ദിശയിലേക്കും ഓടിക്കാം, ഡി വൺ വേയിൽ വാഹനം ഓടിക്കാൻ അനുവാദമില്ല. എ സൈൻ ബോർഡ് വ്യക്തമാക്കിയ ദിശയിൽ മാത്രം ഓടിക്കാം. ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? എ നേരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്, ബി വാഹനത്തിന്റെ വേഗത കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നു, സി വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, ഡി വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു. സി വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? പിന്നിൽ നിന്ന് വരുന്ന വാഹനം മറികടക്കുന്നതിന് അനുവദിക്കുന്നു, ബി വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, സി നേരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്, ഡി വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു. ഡി വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺട്രോൾ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. എ വാർണിംഗ് ലാമ്പ്, ബി റോഡ് സൈൻ, സി ഹസാർഡ് ലാമ്പ്, ഡി ഹാൻഡ് ബ്രേക്ക്. ഡി ഹാൻഡ് ബ്രേക്ക്. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിഡേഷനെ പ്രതിനിധീകരിക്കുന്നു. എ ഹസാർഡ് ലാമ്പ്, ബി റോഡ് സൈൻ, സി ടയർ മർദ്ദം കുറവാണ്, ഡി ഹാൻഡ് ബ്രേക്ക്. സി ടയർ മർദ്ദം കുറവാണ്.